ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ ദീപ്തിയുടെ വേദ വിക്രവും വരുണും സംസാരിച്ചിരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും ദീപ്തിക്ക് വരുണിനെ കൊന്നത് വിക്രമല്ലെന്ന് വിശ്വസിക്കാനാവുന്നില്ല. നിനക്ക് ഇനിയും വരുണിനെ കൊന്നത് വിക്രം തന്നെയാണെന്ന് വിശ്വസിക്കാം, പക്ഷെ അത് അങ്ങനെയല്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ചേച്ചിയുടെ ഭർത്താവിന് വെള്ള പൂശിയെടുക്കേണ്ടത് ചേച്ചിയുടെ കൂടെ ആവശ്യമാണല്ലോ അല്ലേ? അപ്പോ വേദ പറയും, ഒരിക്കലും അങ്ങനെയല്ല ദീപ്തി, എല്ലാം എനിക്ക് നിന്നോട് പറയാനാവില്ല. അതുകൊണ്ടാ ദീപ്തി പറയും, വേദേച്ചി, വിക്രം ചേട്ടനല്ല പ്രതി എന്ന് പറയുന്നത് പോലെ വിക്രം ചേട്ടൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. ശ്രീയേട്ടനായിരിക്കും എന്ന് വേദം അറിയുമ്പോ ദീപ്തി അറിയും, ആ വാദം തെറ്റാണെന്ന് എനിക്കിവിടെ തോന്നണ്ട ചേച്ചി. വിക്രം ചേട്ടനാണ് അത് ചെയ്തതെന്ന് പുറത്തത്തെ ആരുമല്ല പറയുന്നത്, അവരുടെ കൂടെ നടക്കുന്ന ആ ശ്രീകാര്യൻ ശ്രീനിവാസന്റെ പേഴ്സണൽ സെക്രട്ടറി തന്നെ ആണ് പറഞ്ഞത്. ശ്രീയേട്ടൻ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാ. വേദ പറയും, എന്തിനും ഏത് ആളുകളെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലോകാ മോളെ ഇത്. ദീപ്തി സ്വന്തമാണെന്ന ചിലരെ രക്ഷിക്കാൻ കൂടപ്പറപ്പുകളെ വരെ തള്ളി പറയുന്ന ആൾക്കാരുടെ കൂടെ ലോകമാണ് ചേച്ചി ഇത്. ഇത്രയും പറഞ്ഞതെന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വിക്രം ചേട്ടൻ എവിടെയുള്ളതെന്ന് വേദേച്ചിക്ക് അറിയാം. നിങ്ങൾ തമ്മിൽ ഫ്രീക്വന്റ് ആയി കോണ്ടാക്റ്റും ഉണ്ട്. വേദരും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. വിക്രമിന്റെ ഭാര്യ എന്നുള്ള നിലയിൽ മാത്രമല്ല, വിക്രമിന് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ പോകുന്ന വക്കീൽ എന്ന നിലയിൽ ആരൊക്കെതിരെ വന്നാലും വിക്രമിന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചിരിക്കും. വ്യക്തിപരമായ ഒരു നഷ്ടത്തിന്റെ സങ്കടത്തിലാണ് നീ, അതുകൊണ്ട് നിന്നെ തെറ്റിദ്ധരിപ്പിക്കാനും പറഞ്ഞു ബോധ്യപ്പെടുത്താനും എളുപ്പമാണ്. പക്ഷെ അവസാനം സത്യത്തിനല്ലേ ജയിക്കാനാവും. നമുക്ക് നോക്കാം. അപ്പോ ദീപ്തി അവിടെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങും. ഡോറിന്റെ അവിടെ എത്തി തിരികെ വന്ന് വേദയോട് പറയും, ഇതുകൊണ്ടൊന്നും വിക്രമേട്ടനല്ല അത് ചെയ്തതെന്ന് എന്നെ വിശ്വസിപ്പിക്കാനാവില്ല വേദച്ചി. വേദ മോളെ എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ദീപ്തി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. വേദ ഇങ്ങനെ ഇപ്പോഴും ദീപ്തിയെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത വിഷമത്തിലിരിക്കാട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിശ്വം തിരികെ വീട്ടിലെത്തിയിരിക്കാട്ടോ. അങ്ങനെ എല്ലായിടത്തും പോയി നോക്കുമ്പോ വീണ്ടും അവര് വന്നതായ ഗുണ്ടകൾ വന്നതെന്ന് വിശ്വത്തിന് മനസ്സിലാവാണ്. അപ്പോഴേക്കും ശ്രീജ വന്നിട്ട്, വിശ്വട്ടിന് എവിടെയായിരുന്നോ? അപ്പൊ വിശ്വം പറയും, ഞാൻ ആ ശ്രീകാര്യം ശ്രീനിവാസന്റെ അടുത്തായിരുന്നു. എന്തെങ്കിലും വിവരം എവിടെന്നെങ്കിലും കിട്ടുന്നത് വരെ കാത്തിരുന്നതാ, പക്ഷെ ഉണ്ടായില്ല. അച്ഛൻ വിളിക്കുന്നുണ്ട്, വന്നേ എന്ന് പറഞ്ഞിട്ട് വിശ്വത്തിനെ കൂട്ടി അകത്തേക്ക് ചെല്ലാണ്. അപ്പൊ എല്ലാവരും അവിടെ തന്നെ ഹാളിലുണ്ട് കേട്ടോ. അമ്മ വന്നതും വിക്രമിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ വിശ്വം പറയും, ഇല്ല അമ്മേ. വിനായകൻ ചോദിക്കും, അപ്പൊ വിക്രം എവിടെയുള്ളതെന്ന് ഇതിനെ കുറിച്ച് ശ്രീനി സാറിന് അറിവില്ലെന്നാണോ? ശ്രീനിവാസന് മാത്രമല്ല, അവന്റെ കൂട്ടുകാർക്കും ഒരു വിവരവുമില്ല. അവര് കടപ്പുറത്ത് ഒരു ഷെഡിലായിരുന്നു. അവിടുന്ന് ശ്രീനിവാസന്റെ പരിചയമുള്ള സ്ഥലത്തേക്ക് മാറ്റാനായിരുന്നു പ്ലാന്. പക്ഷെ അന്ന് രാത്രി തന്നെ വാസവൻ അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ വാസവൻ വിക്രത്തിനെ കണ്ടോ എന്ന് മാഷ് ചോദിക്കുമ്പോ, അറിയില്ലച്ചാ, പക്ഷേ ജോസഫും രാജേട്ടനും ആ വാസവൻ അങ്ങോട്ട് പോകുന്നത് കണ്ട് തിരിച്ചു പോയി നോക്കിയപ്പോ വിക്രം അവിടെ ഇല്ല. നന്ദിനിക്കും ആ വാസവന്റെ കയ്യിൽ വിക്രം ഉണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കും. വിഷം പറയും, അത് അയാളുടെ അടവാണെങ്കിലോ? മാഷി പറയും, ഏയ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. വിക്രത്തിനെ സൂക്ഷിക്കുന്നത് ശ്രീനിവാസനാണ്. അത് തൽക്കാലം അയാൾ വെളിപ്പെടുത്താത്തതായിരിക്കും. കമലയ്ക്കും ഉറപ്പാണോ മാഷേ? അയാൾ അവനെ സേഫായി വെച്ചിട്ടുണ്ടാവോ? മാഷു പറയും, ഒറ്റയ്ക്ക് ജീവിതം തുടങ്ങിയത് മുതലേ അവൻ അയാളോടൊപ്പം അല്ലേ, ഉറപ്പായും അയാൾ അവനെ സംരക്ഷിക്കാതിരിക്കോ? അപ്പോൾ വിശ്വം പറയും, ശ്രീനിവാസൻ എന്ന് പറഞ്ഞത് മുഴുവനും വരുണ്ട കൊലപാതകി ആരാണെന്ന് കണ്ടെത്തുന്നതിനെ കുറിച്ചായിരുന്നു. മാഷറിയും, അതെ, അത് കണ്ടെത്തുന്നതുവരെ വിക്രത്തെ ആരുടെയും കയ്യിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ശ്രീനിവാസന് തന്നെയാ. അത് അയാൾ പുറത്തു പറയാത്തത് വിക്രത്തിന്റെ രക്ഷയെക്കുറിച്ച് ഓർത്താണെങ്കിലും യഥാർത്ഥ കൊലപാതകയെ കണ്ടെത്തുകയും വിക്രത്തിനെതിരെയുള്ള ഇപ്പോഴത്തെ കേസ് ഒഴിവാക്കുകയും ചെയ്യുന്നതുവരെ അവൻ എവിടെയാന്ന് പുറത്തു പറയാതിരിക്കുന്നതായിരിക്കും അയാളുടെ ലക്ഷ്യം. വിനായകൻ പറയും, അങ്ങനെയാണെങ്കിൽ നല്ലതേ. മാഷ് പറയും, സംശയിക്കണ്ട, അത് അങ്ങനെ അവനെ വഴിയുള്ളൂ. ശേഷം കമലയോട് പോയി കിടക്കാൻ പറയും. ഇനി ആദ്യം വേണ്ട, ഞാൻ പറഞ്ഞില്ലേ അവൻ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കാന്ന് എന്റെ മനസ്സ് പറയുന്നു. നമ്മുടെ മകന് ഇനിയൊന്നും പറ്റില്ല. ശ്രീജയെ അമ്മയെ കൊണ്ടുപോയി കിടത്ത്. ശ്രീജ അമ്മയെ വിളിക്കുമ്പോ, സാരമില്ല മോളെ, ഞാൻ പോയി കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെ സമാധാനത്തോടു കൂടെയപ്പോ പോണത്. അങ്ങനെ മാഷ് പുറത്തു പോകാൻ തുടങ്ങുമ്പോ ഒരു കോള് വരികയാണ്. ആ സാബു പോലീസാ വിളിക്കുന്നത്. അയാൾ വിളിക്കുന്നേക്കുമ്പോ മാഷ് പേടിക്കും. എന്താ കാര്യം? തന്റെ ബാക്കി രണ്ട് മക്കളും അവിടെ തന്നെ ഉണ്ടോ? അവര് എവിടെ പോവാനാ? ഇവിടെ ഉണ്ട്. അല്ല, ഇനി അവരെ ഒളിവിൽ പോയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവരിവിടെ ഉണ്ട്. എന്താ കാര്യം? എങ്കിലേ താൻ നാളെ അവരെ കൂട്ടി സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ഞാൻ അങ്ങോട്ട് വന്നാ അവിടെ പെണ്ണുങ്ങളൊക്കെ ഉള്ളതല്ലേ, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. നാളെ വരണം എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാണ്. എന്താ കാര്യന്നേ മക്കൾ ചോദിക്കുമ്പോ, അയാൾക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന്. വിനായകൻ ചോദിക്കും, എന്ത്? അതിപ്പോ നാളെ അവിടെ ചെന്നാലല്ലേ അറിയാ. അങ്ങനെ പറയുമ്പോൾ ശ്രീ ചോദിക്കും, അല്ലച്ചാ, വിക്രം ശ്രീനിവാസിന്റെ കസ്റ്റഡി തന്നെയാണ് ഉള്ളതെന്ന് അച്ഛൻ പറഞ്ഞത് ശരിയാണോ? അച്ഛന് അത് ഉറപ്പുണ്ടോ? മാഷ് പറയും, എന്റെ ഉറപ്പിനേക്കാളും വലുത് എനിക്ക് കമലയുടെ മനസ്സാണ്. ആ മനസ്സിന് ശക്തി കിട്ടാൻ അങ്ങനെ ഒരു വിശ്വാസം മതിയെങ്കിൽ അത് കള്ളമാണെങ്കിലും ഞാൻ അങ്ങനെ പറയൂ. നന്ദിനി ഇപ്പൊ ഉച്ചത്തിൽ നിൽക്കുകയാണ് അവിടെ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും വിഷമാവും. വിശ്വാസത്തേക്ക് പോകുമ്പോ ശ്രീജയും പോകും. നന്ദിനിക്കും അപ്പൊ അങ്ങനെ ഒരു ഉറപ്പൊന്നുമില്ലല്ലേ. പറയുന്ന കേട്ടപ്പോ ഞാൻ തോന്നി ശ്രീനി സാറിന്റെ വീട്ടിലെ തട്ടിന്റെ പുറത്ത് അവനുണ്ടോ ഉറങ്ങി കിടപ്പുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നന്ദിനി അവിടെ നിന്ന് പോകും. വിനായകനും ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല. പിന്നീട് റൂമിൽ ചെന്നിട്ട് ശ്രീജയും വിഷുവും അതേ കാര്യം തന്നെ സംസാരിച്ചത്. ആദ്യ അച്ഛന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. പിന്നീടാണ് അത് അമ്മയെ സമാധാനിപ്പിക്കാനുള്ള കള്ളമാണെന്ന് മനസ്സിലായത്.
വിഷം പറയും അതെനിക്ക് ആദ്യം മനസ്സിലായി, അതാ ഞാനൊന്നും പറയാതിരുന്നത്. നമ്മളെക്കാളും പേടിച്ചിരിക്കുന്ന ശ്രീനി സാറേ, മുമ്പ് എന്തെങ്കിലും കേസുണ്ടായി മാറി നിൽക്കേണ്ടി വന്ന ആരുടെയെങ്കിലും മൊബൈൽ ഫോണിന് ശ്രീനി സാറിനെ ബന്ധപ്പെടുമായിരുന്നല്ലോ വിക്രം. ഇതിപ്പോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ശ്രീ ചോദിക്കും അതെന്തായിരിക്കും കാരണം? ശ്രീനി സാറിനെയും സംശയമായിട്ടുണ്ടാവോ? വിഷം പറയും അതായിരിക്കില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനില് മൊബൈൽ ഫോൺ ഓൺ ആക്കുന്നത് പ്രശ്നമാണെന്ന് അവന് മനസ്സിലായി കാണും. ശ്രീജ പറയും എന്തൊരു ജീവിതം അവൻ്റെത്. ഇപ്പോ വേദ അവനെ വിട്ടുപോയി, വിക്രം ഒളിവില്. ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണെന്ന് പിടികിട്ടാതെ നമ്മളും. വേദ വന്നപ്പോഴാ എനിക്കൊരു അനിയത്തിയെ കിട്ടിയതുപോലെ തോന്നിയത്. എന്തിനും ഒരു താങ്ങായിരുന്നു അവള്. സ്വന്തം കാലിൽ നിൽക്കുന്നതിന്റെ ആ സന്തോഷം എന്താണെന്ന് മനസ്സിലായത് അവള് വന്നപ്പോഴാ. എന്നിട്ടിപ്പോ വിഷം പറയും നിന്റെ മാത്രം ജീവിതത്തിലല്ല, ഈ വീട്ടിലെല്ലാവരുടെയും ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് അവള് പോയത്. അച്ഛനും വിക്രവും ഇങ്ങനെയൊക്കെ ആവുന്നേ നീയോ ഞാനോ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? എന്തിനെ, വിക്രം പോലും മാറിപ്പോയില്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ശ്രീനി സാറിനെ പോലും അറിയിക്കാതെ അവൻ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വേദയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനാണ്. പക്ഷെ ഇലക്ഷൻ വരെ ശ്രീനിവാസിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല അവൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ മാറി നിൽക്കുകയാണെങ്കിലോ? ശ്രീജ പറയും അങ്ങനെയാണെങ്കിൽ അവൻ എവിടെയുള്ളതെന്ന് വേദയ്ക്ക് അറിയാമെങ്കിലോ? വിഷം ചോദിക്കും എന്നുവെച്ചാ എല്ലാം കെട്ടടങ്ങുന്നത് വരെ വേദയോട് പറഞ്ഞിട്ടാണ് അവൻ മാറി നിൽക്കുന്നതെങ്കിലോ? ഒരുപക്ഷെ ഈ നാട്ടിൽ നിന്ന് തന്നെ മാറി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക്. വിഷം ചോദിക്കും അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിലേ അവളെന്തിനാ ഇവിടം വിട്ടു പോയത്? ശ്രീചറിയും അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല, ആലോചിച്ചിട്ട് തല പെരുക്ക. വിഷം പറയും നീ കിടക്കാൻ നോക്ക്, ഇനി നാളെ സ്റ്റേഷനിൽ ചെന്നിട്ട് എന്താ ഉണ്ടാവുകയെന്ന് ദൈവത്തിനറിയാം. അങ്ങോട്ട് പോകുന്ന ആലോചിക്കുമ്പോ തന്നെ എന്തോ ആവാണ്. അപ്പോ ശ്രീജ സമാധാനിപ്പിക്കണേ, പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല. അവര് ചോദിച്ചാലും നമുക്കറിയുന്നല്ലേ പറയാൻ പറ്റുള്ളൂ, ധൈര്യമായിട്ടിരിക്കും. ഞാൻ അടുക്കളയിൽ കുറച്ചുകൂടെ പാത്രം കഴുകാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം, വിഷേട്ടൻ കിടന്നോ എന്ന് പറഞ്ഞ് ശ്രീജ അവിടുന്ന് പോവും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ വിക്രമിനെ ആ വെടി തട്ടിയതും വിക്രമിനെ രക്ഷിച്ചുകൊണ്ട് പോയതും ഇഷിതയുടെ വീട്ടിലെത്തിയതും പിന്നെ അവിടുന്ന് കൊടുത്ത കെയറിങ്ങും അതൊക്കെ ആലോചിച്ച് ഇപ്പൊ ഇങ്ങനെ ചെറുതായി ചിരിക്കാട്ടോ. അപ്പൊ ഒരു കോള് വരും, അറിയാത്തൊരു നമ്പർ നിന്നാണേ. ഹലോ ആരാ? ഞാനാ ഇഷിത. ഇതേതാ നമ്പർ? ആ ഇങ്ങനെ നമ്പർ ഇവിടെ ഉണ്ട്. വേദയ്ക്കും എന്തു പറ്റി, അവിടെ എന്തെങ്കിലും പ്രശ്നം? ഇഷിത പറയും ഇവിടെ പ്രശ്നമൊന്നുമില്ല. വിക്രമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇഷിത പറയും ആരോഗ്യപരമായിട്ട് കുഴപ്പമൊന്നുമില്ല, വേദന അറിയാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനസ്സിന്റെ വേദന മാറാനുള്ള മരുന്ന് കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, അതിനുള്ള മരുന്ന് നീ തന്നെ കൊടുക്കണോ? വേദയ്ക്കും നീ എന്തൊക്കെയാ പറയുന്നത്? പറയാനുള്ളത് എനിക്കല്ല മോളെ, വെയിറ്റ് ഞാൻ ഇപ്പൊ കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് വിക്രമിന്റെ അടുത്തേക്ക് പോവാണേ. വേദ ലൈനിലുണ്ട്, ഇയാളുടെ ഫോൺ ഓൺ ചെയ്യണ്ട, പിന്നെ ഇവിടുന്ന് പോകുന്നത് വരെ ഈ ഫോൺ കയ്യിൽ വെച്ചോ, പിന്നെ വിളിക്കാനും മെസ്സേജ് ചെയ്യാനും എന്നെ അന്വേഷിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇഷിത അവിടുന്ന് പോകും. അങ്ങനെ വിക്രം ഹലോ നോക്കുമ്പോ വേദയ്ക്കും എന്താ വിക്രം ഉറക്കം വരുന്നില്ലേ? വിക്രം പറയും ഇല്ല. എന്തോ പറ്റി? വിക്രം പറയും ഓരോന്ന് ആലോചിച്ചിരുന്നു പോയി. ഞാൻ ഓരോന്ന് ആലോചിച്ചിരിക്കായിരുന്നു. വിക്രം ചോദിക്കും വേതാളത്തിന് ഇത്രമാത്രം ആലോചിക്കാൻ എന്താ ഉള്ളത്? അതാണോ കുറവ്? വിക്രമാദിത്യനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ എന്തൊക്കെയുണ്ട്, എന്നെ കുറിച്ച് എന്താ ഇത്ര ആലോചിക്കാൻ? വേദ പറയും നിങ്ങളുടെ അടുത്ത് ചാട്ടം, നിങ്ങളുടെ പൊട്ടത്തരം, ബുദ്ധിയില്ലായ്മ, വിവരക്കേട്, നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങള്, അങ്ങനെ എത്ര എത്ര കാര്യങ്ങളാ. വിക്രം പറയും നീ പിന്നെ ക്ഷമാശീല, ബുദ്ധിശാലി, സർവജ്ഞ, ഒരബദ്ധവും പറ്റാത്ത തങ്കക്കൂടം. വേദയ്ക്കും എന്നെ കുറിച്ചുള്ള ഇത്തരം സത്യങ്ങൾ പറയുമ്പോ നിങ്ങളുടെ ശബ്ദത്തിന് എന്താ പുച്ഛം? വിക്രം പറയും അയ്യടാ അതൊക്കെ അപ്പോഴേക്കും അംഗീകാരമായിട്ട് എടുത്തോ. വേദ പറയും സത്യം കേൾക്കുമ്പോ അത് സമ്മതിച്ചു അംഗീകരിച്ചു ഒരു ശീലമായി പോയില്ലേ അക്രമാദിത്യ. വിക്രം പറയും അയ്യോ ഈ നാവില്ലായിരുന്നെങ്കിൽ നിന്നെ വല്ല പരുന്തു റാഞ്ചി കൊണ്ടുപോയനെ. വേദ ചിരിച്ചിട്ട് പറയും വിക്രമിന്റെ ഒരു കുഴപ്പം ഇതാ. വിക്രം ചോദിക്കും എന്ത്? ചില സമയത്ത് പറഞ്ഞ ഡയലോഗ് തന്നെ റിപ്പീറ്റ് ചെയ്യും. നോ ഫ്രഷ്നെസ് നോ ക്രിയേറ്റിവിറ്റി. അല്ലെങ്കിൽ ഇടിയന്മാർക്ക് എന്ത് ക്രിയേറ്റിവിറ്റി അല്ലേ? അപ്പൊ വിക്രം പറയും ഇന്ന് ശരിക്കും നല്ല റോസ്റ്റിംഗ് മൂഡിലാണല്ലോ. വേദ പറയും അപ്പൊ റോസ്റ്റഡ് ആയെന്ന് സമ്മതിച്ചില്ലേ, എങ്കിൽ നിർത്താം. വിക്രം പറയും ഫോൺ വെക്കണ്ട. വേദയ്ക്കും പിന്നെ നേരം പോകുന്നില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം. വേദ പറയും നേരം കുറെ ആയില്ലേ, മരുന്നിന്റെയും ഇഞ്ചക്ഷന്റെയും ഒക്കെ ക്ഷീണം കാണും. വിക്രം പറയും ഉറങ്ങാൻ കിടന്നതാ, അപ്പോഴാ നിന്നെ ഓർത്തത്. എന്റെ ഫോൺ ഓൺ ചെയ്തെന്ന് ഭവതിയുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉള്ളത് കൊണ്ടാ അതിന്ന് വിളിക്കാത്തത്. അതേതാ? അപ്പൊ വിക്രമിന് ഉറക്കം വരുന്നില്ല അല്ലേ? സംസാരിക്കണം അല്ലേ? എങ്കിൽ ശരി പറ. എന്നിട്ട് വിക്രം ചോദിക്കും എന്നിട്ട്? വേദ പറയും പറ. വിക്രം ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോ വേദയ്ക്കും എന്താ നോ സബ്ജക്ട്? വിക്രം പറയും എന്തൊക്കെയോ സംസാരിക്കണം തോന്നി, പക്ഷേ സംസാരിക്കാൻ തുടങ്ങിയപ്പോ എന്താ പറയണ്ടെന്ന് അറിയില്ല. വേദ പറയും അതെ, അത് നമ്മളിപ്പോ ഉള്ള മോഡ് മാറ്റാത്തത് കൊണ്ടാ. വിക്രം ചോദിക്കും ഏത് മൂഡ്? വേദ പറയും മൂഡല്ല മോഡ്, MODE മോഡ്. വിക്രം ചോദിക്കും അതെന്താ? വേദ പറയും നമ്മൾ ഇപ്പോഴുള്ളത് ഒരു കൂൾ ആൻഡ് മൈൽഡ് മോഡിലല്ലേ, അതൊരു ആംഗ്രി മോഡിലേക്ക് മാറ്റണം, അപ്പോഴേ റിയൽ വിക്രവും വേതാളാവോ. പിന്നെ അങ്ങോട്ട് ലൈവ് ആയിരിക്കും. വിക്രം പറയും വേണ്ട, ഇപ്പൊ തല്ലു പിടിക്കാനുള്ള മോഡൊന്നും അല്ല. ആണോ? എന്നാ വേണ്ട. വിക്രം പറയും എന്നിട്ട്? വേദ ചിരിക്കുമ്പോ വിക്രം ചോദിക്കും എന്താ ചിരിച്ചത്? ഞാനൊരു കാര്യം ആലോചിച്ച് ചിരിച്ചതാ. വിക്രം ചോദിക്കും എന്താ? അതെ, ഫോൺ വിളിക്കുമ്പോ ഏറ്റവും കൂടുതൽ എന്നിട്ട് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാരാ?
വിക്രം ചോദിക്കും ആരാ? വേദ പറയും പ്രേമിക്കുന്നവര് തമ്മിൽ സംസാരിക്കുമ്പോഴാ. ആണത്രേ എന്ന് കേൾക്കുമ്പോ വിക്രമിന്റെ ഉള്ളില് വല്ലാത്തൊരു ഫീല് വരാ. അതെന്താ കാര്യം എന്നറിയോ? വിക്രം പറയും ഇല്ല. സംസാരിക്കാനുള്ള വിഷയം തീർന്നിട്ടുണ്ടാവും. അപ്പോഴും സംസാരിക്കണം എന്ന് തുടരണം എന്നൊക്കെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോ ഉപയോഗിക്കുന്ന വാക്കാ ഇത്. എന്നിട്ട് ശരിക്കും അങ്ങനെ ചോദിക്കുമ്പോ അവര് ഉദ്ദേശിക്കുന്നത് പോവല്ലേ പോവല്ലേ എന്നാണത്രേ. വിക്രവും ചിരിച്ചിട്ട് വയ്ക്കും ആണോ? എന്നിട്ട് അങ്ങനെ ഇവർ ഒരുപാട് സമയം സംസാരിക്കും. കിടന്നും ഇരുന്നും നടന്നും ഹോളിൽ പോയിരുന്നും അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വെളുപ്പം കാലാവാൻ തുടങ്ങി. വേദ പറയും സംസാരിക്കാൻ വിഷയമില്ലെന്ന് പറഞ്ഞേ ഇപ്പൊ നേരം വെളുക്കാനായിട്ടോ, ഇനിയെങ്കിലും കുറച്ച് സമയം കിടന്നുറങ്ങിക്കോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവര് നന്നായി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇവര് സംസാരിച്ച് പിന്നെ പതിയെ കോള് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിയുമ്പോഴും ഇവർക്ക് വെക്കണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് കേട്ടോ. എന്നാലും വിക്രം ഇപ്പൊ നല്ല സന്തോഷത്തിലാ. ഒരാശ്വാസം വേദയുടെ മുഖത്തും. രണ്ടുപേരും നല്ല ഹാപ്പി ആട്ടോ. കുറെ സംസാരിച്ചിട്ട് കുറെ കാലത്തിന് ശേഷമാണല്ലോ ഇങ്ങനെ. അങ്ങനെ വിക്രം അതേക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണിച്ചാണ് ഈ ഭാഗം കഴിയണത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്